എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഓണത്തിൻ്റെ വിഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് ആദ്യത്തെ വിഭവമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ വിഭവമായിട്ട് ഇടാമെന്നാണ് കേട്ടോ ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പം തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വിഭവം ഏതാണെന്നല്ലേ. ഇതാ ഒരു ചേനയും അതുപോലെ തന്നെ ഒരു കായും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കാളനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചേനയുടെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചേനയുടെ തൊണ്ട് കളയുമ്പം എന്തായാലും കുറച്ച് ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ പുരട്ടിയിട്ട് ഇതുപോലെ തൊണ്ട് കളഞ്ഞാൽ ഒരുപാട് ചൊറിയൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കിതാ വീട്ടിലുണ്ടായ ചേനയാണ്, ഒരു കുഞ്ഞൻ ചേന. ചേനയ്ക്ക് ഈ പ്രാവശ്യം കിട്ടിയത് എനിക്ക് തോന്നുന്നു വളമൊന്നും കൊടുക്കാതെ മണ്ണിടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അത്ര വലിപ്പമൊന്നും ഇല്ലാത്തതുപോലെ കുട്ടി കുട്ടി ചേനയാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടായിരിക്കണത്. അതുപോലെ തന്നെ കായും ഇതും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ രണ്ട് കഷ്ണങ്ങളും, അതായത് ചേനയതെ കായയതെ, പെട്ടെന്ന് വെന്ത് പോകുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് വെന്ത് പോവും. അതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ഇത് രണ്ടും നുറുക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുക്കറിൽ വേവിക്കാത്തതാണ് നല്ലത്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമായിരിക്കണം കേട്ടോ വേണ്ടത്. ഇനി നമ്മൾക്കിത് ഒരു മൺചട്ടിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കാളൻ തയ്യാറാക്കുമ്പം ഇതുപോലൊരു മൺചട്ടിയോ അല്ലെങ്കിൽ കലച്ചട്ടി ഉണ്ടല്ലോ അതോ എടുക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രങ്ങൾ എടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാതിരിക്കുക കേട്ടോ. കഷ്ണം ഇതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടണതല്ലേ, അതുകൊണ്ട് ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതാ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കുക, മുളക് പൊടി കുറച്ചും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഒരു 2-3 സെക്കൻഡ് അത്രയും മതി. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ കഷ്ണം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ, അതായത് സമമായിരിക്കണം വെള്ളം കൊടുക്കേണ്ടത്. കഷ്ണത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് മാത്രം വെള്ളം കൊടുക്കുക, ഒരുപാട് വെള്ളം കൊടുക്കരുത്. അതിനുശേഷം നമ്മളിതാ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ, നമുക്ക് വേണിച്ചാൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് നേരം വേവിക്കേണ്ട ആവശ്യം വരും കേട്ടോ. കുക്കറിലാണെങ്കിൽ നമുക്കിപ്പോൾ 1-2 വിസിൽ കേട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ തീയെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കാം. നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാളികേരം അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. 1/2 മുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ചേനയും ഒരു കായും എടുത്തിട്ടുള്ളൂ. 1/2 മുറി നാളികേരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാളനിലൊക്കെ നല്ല കുറുക്ക് കാളനല്ലേ തയ്യാറാക്കുന്നത്, അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല എടുക്കേണ്ടത്. അതിനുശേഷം ജീരകമാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു പാകം കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മുടെ ചേനയും കായയും ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇതുപോലത്തെ മൺചട്ടിയിൽ വെച്ച് കൊടുക്കുമ്പോഴേ വെള്ളം കുറച്ചല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. വെന്തിട്ടില്ല കേട്ടോ, ഞാനൊന്ന് ഉടച്ചു നോക്കി ഒന്നും കൂടെ ഞാനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. ആ ഒരു വെള്ളം അവിടെ നിൽക്കണം, ഒരുപാട് ഇങ്ങനെ വറ്റിയെടുക്കരുത്. ഇതേ ഒരു പാകത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ കഷ്ണമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഇളക്കുമ്പോഴും ഒന്ന് സൂക്ഷിച്ച് ഇളക്കണം കേട്ടോ. കാരണം ചില ചേന നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തു പോകും. ഇത് ശരിക്കും സദ്യയിലെ കാളനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാളൻ നമുക്ക് കിട്ടും. അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, അരയ്ക്കുന്നത് നന്നായിട്ട് അരയ്ക്കണം. അതുപോലെ വെള്ളം അധികം ചേർക്കാതെ അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അമ്മിക്കല്ലിലാണ് കേട്ടോ അരച്ചെടുത്തത്. എനിക്ക് ആ കാളൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മിയിൽ തന്നെ അരച്ചെടുത്തത്. അമ്മിയിൽ അരയ്ക്കാൻ പറ്റുക വെച്ചാൽ നിങ്ങൾ അരയ്ക്കുക. കാരണം സദ്യയിലൊക്കെ തയ്യാറാക്കുമ്പം എല്ലാ വീട്ടിലും അമ്മിയൊന്നും ഉണ്ടാവില്ല.
ഉണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കി നോക്കൂ. നമ്മൾ മിക്സിയിൽ അരയ്ക്കണ പോലെയല്ല, നല്ല ടേസ്റ്റായിരിക്കും ഈ കാളൻ കഴിക്കാനായിട്ട്. എന്നിട്ടിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇത് അടച്ചു വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്യണം. അരപ്പൊക്കെ ഒന്ന് വേവണ്ടേ. പക്ഷേ അതിനകത്തുനിന്ന് കുറേശ്ശെ വെള്ളം വരും. നാളികേരമല്ലേ നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നത്, അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വന്നിട്ട് അതങ്ങ് കറക്റ്റ് വേവുന്ന പാകത്തിൽ കിട്ടിക്കോളും. ഇളക്കുമ്പം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട്. അടച്ചു വെച്ചിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അരപ്പിൻ്റെ ഒരു പച്ച മണം മാറൂലേ, അതുവരെ നമ്മൾ വേവിച്ചെടുത്താൽ മതിയാവും. ഞാൻ എന്താ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് അത്രയും മതി കേട്ടോ, വേവിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ എന്താ തുറന്ന് നോക്കി, കണ്ടില്ലേ അതിൻ്റെ സൈഡിൽ കൂടി കണ്ട ചെറുതായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം. ഈ കാളൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുറത്ത് വെച്ചിട്ട് ഒരു 3-4 ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. ഇരിക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അംശം അല്പം പോലും പാടില്ല പറയുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ട തൈരാണ്. അത് ഒട്ടും പുളിയില്ലാത്തതല്ല എടുക്കേണ്ടത്. ഞാൻ ഇതിനു മുൻപും പറയാറുണ്ട്, അല്ലെ മോരുകറിയും തയ്യാറാക്കുമ്പം കുറേ ദിവസം പഴകിയ തൈര് നമ്മൾ എടുക്കരുത്. ഇപ്പോൾ കാളൻ ഓണത്തിനൊക്കെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഒരു ദിവസം മുൻപ് ഉറ ഒഴിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇന്ന് ഉറ ഒഴിച്ചത് നാളെ പുളിപ്പിച്ചിട്ട് മറ്റന്നാളായിരിക്കണം നമ്മൾ ഇതുപോലെ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ പുളി പാകമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നേരത്തെ വെച്ച തൈര് എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും. അപ്പോൾ നമ്മുടെ ഈ കാളൻ്റെ ടേസ്റ്റ് അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കാളൻ ഉണ്ടാക്കുകയാണെങ്കിൽ സദ്യയിലെ കാളൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അതിനുശേഷം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഒരുപാട് നേരമൊന്നും നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാളന് സ്വല്പം മധുരവും കൂടി വേണം. ഓവറായിട്ട് ഇടരുത് കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, കായ എടുക്കുമ്പം ഒരുവിധം നന്നായിട്ട് മൂത്ത കായ വേണം എടുക്കാനായിട്ട്. അതായത് ഇന്നിപ്പം വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ പഴുക്കണ കായ ഉണ്ടല്ലോ, ഏത്തക്കായ, അതായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാളൻ ഇത്തവണ ഓണത്തിന് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതാണ് കറക്റ്റ് പാകം. കണ്ടില്ലേ, അതിൻ്റെ മുകളിലൊരു ചെറുതായിട്ടൊരു പത പോലെ വരും. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാളന് വറുത്തിടുമ്പം അത്യാവശ്യം നല്ലോണം വറുത്തിടണം കേട്ടോ. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് തന്നെ ചേർക്കണം. ഞാൻ കുറച്ച് നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ടിപ്പ്. സദ്യയിലെ കാളൻ്റെയൊക്കെ ടേസ്റ്റ് കൂടണത് അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെയൊക്കെ ചേർത്തിട്ടാണ് ഇതുപോലെ വറുത്തിടുന്നത്. അപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ കാളനൊക്കെ വറുത്തിടുമ്പം. അതുപോലെ നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രമേ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വറ്റൽമുളകും ഞാനിപ്പോൾ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അല്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാളൻ ഈ പ്രാവശ്യത്തെ ഓണത്തിന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാളൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാളൻ തയ്യാറാക്കിയെടുക്കുക. ഇനി ഓരോരോ വിഭവങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.